ചെന്നൈയിൽ വന്ന് ഒരാഴ്ചയായി കേട്ടോ. ഇതിനിടയിലെ വിശേഷങ്ങളൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വന്നതേ 12 മണിക്കൂർ ഡ്യൂട്ടിയിലേക്കാണ്. ഇലക്ഷൻ പ്രമാണിച്ച് 12 hours ആണ് ഇവിടെ ഓടുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കുറെ വീഡിയോസ് ഒക്കെ ഞാൻ നാട്ടിൽ വെച്ച് എഡിറ്റ് ചെയ്ത് വെച്ചതാണ് ഇത്രയും ദിവസം ഇട്ടിരുന്നത്. അങ്ങനത്തെ ഇന്നാണ് കേട്ടോ നമുക്ക് 12 hours നിന്ന്, അതായത് 24-ാം തീയതിയാണ് നമുക്ക് 12 hours നിന്ന് മോചനം കിട്ടി. 25-ാം തീയതി മുതൽ 8 hours ഡ്യൂട്ടിയാണ്. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ഉറക്കം കൂടെ ശരിയാവുന്നില്ലേ, അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും ദിവസം ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു ദിവസം മാത്രമാണ് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയത്. അതാ നാട്ടിൽ നിന്ന് വന്ന ക്ഷീണം കാരണം. ഇതേ ഇപ്പൊ എൻ്റെ ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. അതായത് നമ്മുടെ 12 hours കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ്. മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കിടന്ന് ഉറങ്ങി എണീറ്റതാണ്. ഇപ്പത്തെ രാവിലെ തന്നെ നേരം വെളുക്കുക, അതായത് ലൈറ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് വിജനമായ സ്ഥലത്തൂടെ വേണം പോകാനായിട്ട്. അപ്പൊ വെട്ടമൊക്കെ ഉണ്ടെങ്കിലായിരിക്കും നല്ലത്. ചൂട് കൂടിയത് കൊണ്ടാണോ എന്നറിയില്ല കേട്ടോ, മോർണിംഗ് വാക്കിന് പോകുന്ന ആൾക്കാരുടെ എണ്ണം നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇതെന്റെ പുതിയ ചാത്തൻ ഫ്ലിപ്കാർട്ട് ബാഗാണ്. ചൂട് കാലമായതുകൊണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓരോ വീടുകളുടെയും ഓഫീസിന്റെ ഒക്കെ മുറ്റത്ത് ഒരു പാത്രത്തിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ പശുക്കളൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്നാണ് തനിയാണ് വളരുന്നത്. അപ്പൊ അവർക്കുള്ള വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഇത് സെറ്റാക്കി വെക്കുന്നത്. അങ്ങനെ ഒത്തിരി ജീവജാലങ്ങൾ ഇവിടെ വന്ന് വെള്ളം കുടിച്ചു പോകുന്നുണ്ട്. ഞാൻ ഇന്ന് നേരത്തെ ആയിരുന്ന ഡ്യൂട്ടി സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ചെടികൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു അന്തസ് കാണിക്കാത്ത ഒരു സ്ഥലമാണ് കേട്ടോ. അത്രയും ചൂടാണ്. ഇത് സെയിം അപ്പൂസിന്റെ വീട് പോലെ തന്നെയാണ്. നിറയെ മരങ്ങൾ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരം കുറച്ചു നേരം റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ സാറിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അവിടുത്തെ സാറിന്റെ മോനും മാമാട്ടിയും അത്യാവശ്യം നല്ല കൂട്ടാണ്. അപ്പൊ അവർ ഒരുമിച്ചിരുന്ന് കളിച്ചോളും. കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നേ.